നമസ്കാരം. ഞാൻ കലാശാല മുരളി. ഞാൻ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരൊറ്റമൂലി മരുന്നിനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇതിൻ്റെ പേര് കയ്യോന്നി. ഇത് നമുക്ക് അകത്ത് കഴിക്കാനുള്ള മരുന്നല്ല. നമ്മുടെ ആളുകൾക്കൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കുഴപ്പമുണ്ട്. തലയിൽ താരൻ്റെ വർധനവ്, താരൻ്റെ ശല്യം മൂലം വളരെയധികം കഷ്ടപ്പെടുന്നവരുണ്ട്. മുടി കൊഴിച്ചിലും എല്ലാവർക്കും സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മുടിയുടെ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ കയ്യോന്നി. താരൻ്റെ അസുഖത്തിന് കയ്യോന്നിയും ഉമ്മത്തിൻ്റെ ഇല, അതിൻ്റെ നീരെടുക്കണം. ഈ കയ്യോന്നിയുടെ നീര്, ഉമ്മത്തിൻ്റെ ഇല, അതുപോലെ വെളിച്ചെണ്ണ നമ്മൾ പറയുന്ന സാധാരണ വാങ്ങുന്ന വെളിച്ചെണ്ണയല്ല, ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. നമ്മൾ തേങ്ങാ തിരുമ്മി നമ്മൾ തന്നെ വെന്തെടുക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിന് ഭയങ്കര ഔഷധ ശക്തിയുണ്ട്. അപ്പം ഈ കയ്യോന്നിയും ഉമ്മത്തിൻ്റെ ഇലയുടെ നീരും ഈ ഉരുക്ക് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് എണ്ണ കാച്ചി തലയിൽ പുരട്ടിയാൽ ഈ താരൻ്റെ അസുഖം പെട്ടെന്ന് മാറും. ഒരു 3-4 പ്രാവശ്യം പുരട്ടിയാൽ മതി, ഈ താരൻ്റെ ശല്യം മാറിക്കിട്ടും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിന് ഈ കയ്യോന്നിയും ഉമ്മത്തിൻ്റെ ഇലയും നെല്ലിക്കാനീര് വളരെ ഗുണകരമാണ് നമുക്ക് മുടി കൊഴിച്ചിൽ. അതും ഈ ഉരുക്ക് വെളിച്ചെണ്ണയിൽ ചേർത്ത് എണ്ണ കാച്ചി തലയിൽ പുരട്ടിയാൽ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് മാറിക്കിട്ടും. ഇതൊക്കെയും ചെയ്ത് അനുഭവസ്ഥരായ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വന്തമായി വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് തലയിൽ പുരട്ടി താരൻ്റെ ശല്യവും മുടി കൊഴിച്ചിലും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഈ കയ്യോന്നി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ ഉണ്ടാവും. അതൊന്ന് വെച്ച് പിടിപ്പിക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ്. അതുപോലെ പാടശേഖരങ്ങളിലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് നോക്കിയെടുത്ത് ഒരു പരീക്ഷണാർത്ഥം തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതുകൊണ്ട് താരൻ്റെ ശല്യം അധികമുള്ളവർ ഈ കയ്യോന്നി വേണ്ട വിധം ഉപയോഗിക്കണം. അതിനകത്ത് അല്പം തുളസി ഇലയുടെ നീരും കൂടെ ചേർത്താൽ ഏറ്റവും വിശിഷ്ടമാണ്. പനി മുതലായ അസുഖങ്ങൾക്കൊക്കെയും അത് വളരെ ഉണ്ടാവും. തലയ്ക്ക് വളരെ തണുപ്പ് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ ഈ സസ്യത്തെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക, അതിൻ്റെ ഗുണം തിരിച്ചറിയുക. നന്ദി, നമസ്കാരം.